ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 5th സെമസ്റ്റർ BA സോഷ്യോളജിക്കാർക്ക് പഠിക്കാനുള്ള മെയിൻ പേപ്പറായിട്ടുള്ള ജെൻഡർ സ്റ്റഡീസ് എന്ന പേപ്പറിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സും ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ആൻസർ ഇംഗ്ലീഷിലും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജെൻഡർ. ജെൻഡറിനെ ഡിഫൈൻ ചെയ്യാനാണ് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പദവികൾ, മനോഭാവങ്ങൾ, മൂല്യങ്ങൾ, സ്വഭാവ സവിശേഷതകൾ എന്നിവയുടെയൊക്കെ സാമൂഹികവും സാംസ്കാരികമായിട്ടുള്ള നിർമ്മിതിയാണ് ജെൻഡർ എന്ന് വിളിക്കുന്നത്. അതായത് ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്സിനുമായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നതാണ്. സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബയോളജിക്കലി കിട്ടുന്നതാണ്. ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാമൂഹികവും സാംസ്കാരികമായിട്ട് കിട്ടുന്ന ഒരു സംഗതിയാണ്. 2, മെൻഷൻ വൺ എക്സാമ്പിൾ ഓഫ് ജെൻഡർ ബേസ്ഡ് വയലൻസ്. ഒരുപാട് ജെൻഡർ ബേസ്ഡ് വയലൻസ് ഉണ്ട്. ഗാർഹിക പീഡനം, ബലാത്സംഗം, ജോലിസ്ഥലത്ത് പീഡനങ്ങൾ, ഇതൊക്കെ നമുക്കതിൽ ഉൾപ്പെടുത്താം. 3ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഫെമിനിസം. സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ എല്ലാവിധ തുല്യ അവകാശങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും സംയോജനമാണ് ഫെമിനിസം. ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. കൺസെപ്റ്റ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. പക്ഷേ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ എന്നുള്ള നിലയിലാണ് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ ബാക്കിയുള്ള സെക്ഷനിൽ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഫെമിനിസം എന്താണെന്നുള്ളതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. സ്ത്രീകൾക്ക് സമൂഹത്തിൻ്റെ എല്ലാവിധ തുല്യ അവകാശങ്ങളും നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെയും പ്രത്യയശാസ്ത്രത്തിൻ്റെയും സംയോജനമാണ് ഫെമിനിസം. ലിംഗപരമായിട്ടുള്ള അസമത്വത്തെ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് രൂപപ്പെടുകയും ലിംഗഭേദമന്യേ തുല്യ അവകാശങ്ങൾക്കായിട്ട് വാദിക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് ഒരു കൺസെപ്റ്റാണ് ഫെമിനിസം. 5ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ജെൻഡേർഡ് ഡിവിഷൻ ഓഫ് ലേബർ. സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും വെവ്വേറെയായി തൊഴിലുകളും ഉത്തരവാദിത്തങ്ങളും വിഭജിച്ച് നൽകുന്നതിനെയാണ് ലിംഗാധിഷ്ഠിത തൊഴിൽ വിഭജനം, അതായത് ജെൻഡേർഡ് ഡിവിഷൻ ഓഫ് ലേബർ എന്ന് പറയുന്നത്. 5ാമത്തെ ക്വസ്റ്റ്യൻ, LGBTIQ എക്സ്പാൻഡ് ചെയ്യാനാണ്. LGBT കൊണ്ട് ഓരോ അക്ഷരം ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ഇൻ്റർസെക്സ് ആൻഡ് ക്യൂർ പീപ്പിൾ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. സെക്സും ജെൻഡറും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനാണ്. സെക്സ് എന്നത് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബയോളജിക്കലും അതുപോലെ ശാരീരികവുമായിട്ടുള്ള വ്യത്യാസങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. ഇതൊരു മാറ്റമില്ലാത്ത ഒന്നാണ്. എന്നാൽ ജെൻഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനും സ്ഥലത്തിനും അനുസരിച്ച് സമൂഹം നിർമ്മിച്ചെടുക്കുന്ന പുരുഷത്വത്തെയും സ്ത്രീത്വത്തെയും കുറിച്ചുള്ള സാംസ്കാരിക പദവികളെ സൂചിപ്പിക്കുന്നതാണ്. 7ാമത്തെ, ജെൻഡർ സോഷ്യലൈസേഷൻ തിയറി പ്രപ്പോസ് ചെയ്തത് ആര്? ലിംഗസമൂഹവൽക്കരണമായ ഒരുപാട് തിയറികൾ ഉണ്ടെങ്കിലും ഈ ഒരു ആൻ ഹോക്കലെ പോലെയുള്ള സോഷ്യോളജിസ്റ്റുകളാണ് ജെൻഡർ സോഷ്യലൈസേഷൻ തിയറി കൊണ്ടുവന്നത്. ക്യൂർ തിയറി എന്താണ്? ലൈംഗികതയും ലിംഗസ്വത്വവും സ്ഥിരമല്ലെന്നും അവ സമൂഹവും സംസ്കാരം നിർമ്മിച്ചെടുക്കുന്ന മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയകളാണെന്നും വാദിക്കുന്ന ഒരു തിയററ്റിക്കൽ ഫ്രെയിംവർക്കാണ് ക്യൂർ തിയറി എന്ന് പറയുന്നത്. 9, വാട്ട് ഈസ് മീൻ ബൈ ഗ്ലാസ് സീലിംഗ്. യോഗ്യതയുള്ള സ്ത്രീകളെ അവരുടെ തൊഴിലിടങ്ങളിൽ ഉയർന്ന പദവികളിലേക്കോ സീനിയർ മാനേജ്മെൻറ്റ് തസ്തികകളിലേക്കോ ഉയരുന്നതിൽ നിന്ന് തടയുന്ന സൂക്ഷ്മവും അദൃശ്യവുമായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള മനോഭാവങ്ങളെയാണ് ഗ്ലാസ് സീലിംഗ് എന്ന് വിളിക്കുന്നത്. 10, ഡിഫൈൻ ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്. മുൻവിധികളെയോ അല്ലെങ്കിൽ പരമ്പരാഗതമായോ ഉള്ള ധാരണകളുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രത്യേക ലിംഗവിഭാഗത്തിന് മേൽ നിർദ്ദിഷ്ട പങ്കുകളും ഉത്തരവാദിത്തങ്ങളും ചാർത്തി കൊടുക്കുന്നതിനെയാണ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന് വിളിക്കുന്നത്. 11, ജെൻഡർ ഐഡൻറ്റിറ്റി. ഒരു വ്യക്തിക്ക് സ്വയം പുരുഷനെന്നോ സ്ത്രീയെന്നോ അല്ലെങ്കിൽ മറ്റ് ലിംഗവിഭാഗത്തിൽപ്പെട്ട ആളെന്നോ ഉള്ള സ്വന്തം ബോധത്തെയും ആ വ്യക്തിയെക്കുറിച്ച് സമൂഹം വെച്ച് പുലർത്തുന്ന ലിംഗപരമായിട്ടുള്ള ധാരണയാണ് ലിംഗസ്വത്വം, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. 12, നെയിം എനി വൺ ഓഫ് ഡൊമസ്റ്റിക് വയലൻസ്. ഗാർഹിക പീഡനത്തിൻ്റെ ശാരീരിക അതിക്രമം, അതുപോലെ ഇതെന്താണ് ഇരകളിൽ ശാരീരികമായിട്ടുള്ള പരിക്കുകൾക്കും ഭയത്തിനൊക്കെ കാരണമാവും. 13, വാട്ട് ഈസ് മീൻ ബൈ ജെൻഡർ സ്റ്റഡീസ്. ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗപദവികൾ സമൂഹത്തിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നു, നിലനിർത്തപ്പെടുന്നു എന്ന് വിമർശനാത്മകമായി പഠിക്കുന്ന ഒരു അക്കാദമിക് ശാഖയാണ് ജെൻഡർ സ്റ്റഡീസ്. പരമ്പരാഗത സ്ത്രീ പുരുഷ വർഗീകരണത്തിനപ്പുറം അധികാരഘടനകളെയും വിഭവ വിതരണത്തെയും വിശകലനം ചെയ്യുന്നു. 14, ഡിഫൈൻ ഹെട്രോനോർമാറ്റിവിറ്റി. എതിർലിംഗത്തിലുള്ളവർ തമ്മിലുള്ള ലൈംഗിക ആഭിമുഖ്യമാണ് ഹെട്രോസെക്ഷൽ, സ്വാഭാവികവും ശരിയും എന്ന് കരുതുന്ന ഒരു സാമൂഹിക ധാരണയാണ്. ഹെട്രോസെക്ഷലാണ് ശരിയെന്ന് കരുതുന്ന ഒരു സാമൂഹിക ധാരണയാണ് ഹെട്രോനോർമാറ്റിവിറ്റി. മറ്റ് ലൈംഗിക ന്യൂനപക്ഷങ്ങളെ അസ്വാഭാവികമായിട്ട് കാണുന്നതാണിത്. 15, വാട്ട് ഈസ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ഒരു വ്യക്തിയുടെ ലിംഗപദവിയുടെ അടിസ്ഥാനത്തിൽ സമൂഹത്തിലെ അധികാരം, പദവി, അതുപോലെ അവസരങ്ങൾ, വിഭവങ്ങൾ എന്നിവ അസമത്വത്തോടെ വിതരണം ചെയ്യുന്നതിനെയാണ് ലിംഗവിവേചനം എന്ന് വിളിക്കുന്നത്.
ഇനി സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് കാസ്റ്റ് ഇൻ ജെൻഡർ റീപ്രൊഡക്ഷൻ. ജെൻഡർ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ കാസ്റ്റിൽ എങ്ങനെയാണ് ജെൻഡർ റീപ്രൊഡക്ഷൻ, അതായത് ജാതി വ്യവസ്ഥ അതിൻ്റെ ആചാരപരമായിട്ടുള്ള ശുദ്ധി നിലനിർത്താനും സ്ത്രീകളുടെ ലൈംഗികതയ്ക്കും തൊഴിലിനും മേലിൽ നിയന്ത്രണം സ്ഥാപിക്കാനും കർശനമായിട്ടുള്ള ഒരു കാസ്റ്റ് എൻഡോഗമി നടപ്പിലാക്കുന്നതാണ്. ബി.ആർ. അംബേദ്കർ പറയുന്ന പോലെ സ്ത്രീയുടെ ശരീരമാണ് ജാതി വ്യവസ്ഥയുടെ പ്രവേശന കവാടം. സ്ത്രീകളുടെ ലൈംഗികതയെയും സഞ്ചാര സ്വാതന്ത്ര്യത്തെയും നിയന്ത്രിക്കുന്നതിലൂടെ മാത്രമേ ജാതിയുടെ ശുദ്ധിയും ശ്രേണിബദ്ധമായിട്ടുള്ള ഒരു ഘടനയെ നിലനിർത്താൻ കഴിയൂ എന്നാണ് പറയുന്നത്. 17ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ലിബറൽ ഫെമിനിസം. ലിബറൽ ഫെമിനിസം എന്ന് വാദിക്കുന്നത് ഒരു ഇഗാലിറ്റേറിയൻ ഫെമിനിസം എന്ന പേരിൽ അറിയപ്പെടുന്നതാണിത്. സ്ത്രീകളും പുരുഷന്മാരും അടിസ്ഥാനപരമായി തുല്യ യുക്തിചിന്തയുള്ള മനുഷ്യരാണെന്നും അവർക്ക് തുല്യ അവകാശങ്ങൾക്ക് അർഹതയുണ്ട് എന്നുമാണ് ഇവർ പറയുന്നത്. ഇവർക്ക് തുല്യ അവകാശങ്ങൾ, തെറ്റായ സാമൂഹ്യവൽക്കരണവും വിവേചനപരമായിട്ടുള്ള നിയമങ്ങളുമാണ് അസമത്വത്തിന് കാരണമെന്നും നിലവിലുള്ള വ്യവസ്ഥക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ നിയമപരിഷ്കാരങ്ങളിലൂടെ തുല്യത നേടാമെന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ആനോഗലസ് വ്യൂ ഓഫ് ജെൻഡർ സോഷ്യലൈസേഷൻ. ആനോഗല ജെൻഡർ സോഷ്യലൈസേഷനെ കുറിച്ച് പറയുന്നത് സ്ത്രീ പുരുഷ സ്വഭാവങ്ങൾക്ക് ജൈവികമായ പ്രത്യേകതകൾ കൊണ്ടല്ല മറിച്ച് സാമൂഹിക നിർമ്മിതിയിലൂടെ ഉണ്ടാകുന്നതെന്ന് ആനോഗല പറയുന്നത്. കുട്ടികളിലെ ലിംഗപരമായിട്ടുള്ള പങ്കുകൾ 4 വഴികളിലൂടെ അടിച്ചേൽപ്പിക്കപ്പെടുന്നത്. ഒന്ന്, മാനിപ്പുലേഷൻ, കുട്ടികളുടെ ശ്രദ്ധ തിരിക്കൽ. കനാലൈസേഷൻ, വ്യത്യസ്ത കളിപ്പാട്ടങ്ങൾ നൽകൽ. വെർബൽ അപ്പലേഷൻസ്, വാക്കുകളിലൂടെയുള്ള വേർതിരിവ്. വ്യത്യസ്ത ജോലികളിൽ ഏർപ്പെടൽ. 19ാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫറൻഷ്യേറ്റ് വുമൺ സ്റ്റഡീസ് ആൻഡ് ജെൻഡർ സ്റ്റഡീസ്. സ്ത്രീകളുടെ ജീവിതാനുഭവങ്ങൾ, അവരുടെ ചരിത്രം, സാമൂഹിക സാമ്പത്തിക പദവി എന്നിവയെ കേന്ദ്രീകരിച്ച് പഠിക്കുന്ന ശാഖയാണ് വുമൺ സ്റ്റഡീസ്. ജെൻഡർ സ്റ്റഡീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം സ്ത്രീ പുരുഷ ബന്ധങ്ങൾക്കപ്പുറം ലിംഗ പദവിയിൽ സമൂഹത്തിൽ എങ്ങനെ നിർമ്മിക്കപ്പെടുന്നുവെന്നും അധികാര ഘടനകളും വിഭവങ്ങളും എങ്ങനെ ഇതിനെ സ്വാധീനിക്കുമെന്നും വിശകലനം ചെയ്യുന്നതാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്യൂർ പൊളിറ്റിക്സ്. ക്യൂർ എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യൂർ പൊളിറ്റിക്സ് എന്നത് LGBTQ+ വ്യക്തികളുടെ അവകാശങ്ങൾക്കും സാമൂഹ്യ തുല്യതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമാണ്. സമൂഹത്തിലെ പുരുഷാധിപത്യ ഹെട്രോനോർമാറ്റീവ് ഘടനകളെ ചോദ്യം ചെയ്യുകയും ലൈംഗിക ന്യൂനപക്ഷങ്ങളെ കുറ്റക്കാരാക്കുന്ന നിയമങ്ങൾക്കെതിരെ പോരാടുകയും ചെയ്യുന്നു. 21, എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് വിത്ത് എക്സാമ്പിൾ. ഒരു വ്യക്തിയുടെ യഥാർത്ഥ കഴിവുകളെ അവഗണിച്ചുകൊണ്ട് ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം അവരിൽ മുൻവിധികളോടെയുള്ള, അതായത് ഇപ്പോൾ നമുക്കിപ്പോൾ ജെൻഡറിൻ്റെ അടിസ്ഥാനം സ്ത്രീകൾ അങ്ങനെയാണ് പുരുഷന്മാരങ്ങനെ ആ ഒരു പങ്ക് ചാർത്തി കൊടുക്കുന്നതാണ് ലിംഗപരമായിട്ടുള്ള വാർപ്പ് മാതൃക, ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്ത്രീകൾ വീട്ടുജോലിക്കും കുട്ടികളെ നോക്കാനും മാത്രം കൊള്ളുന്നവരാണ്, പുരുഷന്മാർ കുടുംബത്തിൻ്റെ തലവന്മാരും സമ്പാദിക്കുന്നവരാണെന്നുള്ള തോന്നലൊക്കെ ഒരു പരമ്പരാഗത ധാരണയൊക്കെ ഇതിനൊരു ഉദാഹരണമാണ്. 22, റൈറ്റ് എ നോട്ട് ഓൺ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 1992 പാസ്സാക്കിയിട്ടുള്ള ഭരണഘടന ഇന്ത്യയിലെ ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായിട്ടുള്ള പദവി നൽകി. 3 പഞ്ചായത്തുകൾ, 3 ടയർ പഞ്ചായത്ത് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. ജില്ല, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത്. 33% സീറ്റ് സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്യാൻ ഈ ഒരു ഭേദഗതി വ്യവസ്ഥ ചെയ്തു. 23, റൈറ്റ് എ നോട്ട് ഓൺ റാഡിക്കൽ ഫെമിനിസം. സമൂഹം നേരിടുന്ന ഏറ്റവും പഴയതും ആയത്തിലുള്ളതുമായിട്ടുള്ള ചൂഷണം പുരുഷാധിപത്യമാണ് എന്നാണ് ഇവർ പറയുന്നത്. വെറും നിയമപരിഷ്കാരങ്ങൾ കൊണ്ട് മാത്രം സ്ത്രീ വിമോചനം സാധ്യമല്ലെന്നും കുടുംബം, നിർബന്ധിത ഹെട്രോസെക്ഷാലിറ്റി എന്നിവയിലൂടെ പുരുഷന്മാർ സ്ത്രീകളുടെ ശരീരത്തെയും ലൈംഗികതയെയും നിയന്ത്രിക്കുന്നുവെന്നും ഇവർ കരുതുന്നു. 24, വാട്ട് ഈസ് എക്കോ ഫെമിനിസം. 1977 ഫ്രാങ്കോയിഡ് സി ഈബോൺ രൂപം നൽകിയ എക്കോ ഫെമിനിസം പ്രകൃതി ചൂഷണവും സ്ത്രീ അടിച്ചമർത്തലും തമ്മിലുള്ള ബന്ധത്തെയാണ് ചർച്ച ചെയ്യുന്നത്. പുരുഷാധിപത്യ വ്യവസ്ഥ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്ന അതേ രീതിയിലാണ് സ്ത്രീകളും അടിച്ചമർത്തുന്നത് എന്നാണ് ഒരു തിയറി പറയുന്നത്. 25, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ജെൻഡർ വേജ് ഗ്യാപ്പ് ഇൻ ഇന്ത്യ. ജോലി ചെയ്യുന്ന സ്ത്രീകളും പുരുഷന്മാരും തമ്മിലുള്ള വരുമാനത്തിലെ വ്യത്യാസത്തെയാണ് ജെൻഡർ വേജ് ഗ്യാപ്പ് എന്ന് പറയുന്നത്. PLFS കണക്കുകൾ പ്രകാരം ഇന്ത്യയിൽ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ 33% വരെ കുറഞ്ഞ വേതനമേ ലഭിക്കുന്നുള്ളൂ. എക്സ്പ്ലെയിൻ ദ ജെൻസിസ് ഓഫ് ജെൻഡർ സ്റ്റഡീസ്. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷമുള്ള ഫെമിനിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയും 1967 UN പ്രഖ്യാപനങ്ങളുടെയും ഫലമായി രൂപപ്പെട്ട വുമൺ സ്റ്റഡീസിൽ നിന്നാണ് ജെൻഡർ സ്റ്റഡീസ് വികസിച്ചു വരുന്നത്. ഇന്ത്യയിൽ 1975 ടുവേർഡ്സ് ഈക്വാലിറ്റി റിപ്പോർട്ട് സ്ത്രീകളുടെ ചൂഷണങ്ങളെ തുറന്നു കാട്ടിയതോടെയാണ് ICSSR പോലെയുള്ള സ്ഥാപനങ്ങൾ ഈ വിഷയത്തിൽ അക്കാദമിക് തലത്തിലേക്ക് ഉയർത്തിയത്. 27, എക്സ്പ്ലെയിൻ മാർക്സിസ്റ്റ് ഫെമിനിസം. മുതലാളിത്ത വ്യവസ്ഥയും സ്വകാര്യ സ്വത്തുമാണ് സ്ത്രീകളുടെ അടിച്ചമർത്തലിന് പ്രധാന കാരണം എന്ന മാർക്സിസ്റ്റ് ഫെമിനിസം വാദിക്കുന്നത്. കുടുംബത്തിനുള്ളിൽ സ്ത്രീകൾ ചെയ്യുന്ന
പ്രതിഫലമില്ലാത്ത വീട്ടുജോലികളാണ് മുതലാളിത്തത്തിന് ആവശ്യമായ തൊഴിലാളികളെ നിലനിർത്തുന്നതെന്ന് ഇവർ വ്യക്തമാക്കുന്നു. 28 ഡിസ്ക്രൈബ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഇൻ എവരിഡേ ലൈഫ്. നമ്മുടെ ദൈനംദിന ലൈഫിൽ ഒരുപാട് ജെൻഡർ ഡിസ്ക്രിമിനേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ദൈനംദിന ജീവിതത്തിൽ പെൺകുട്ടികളെക്കാൾ ആൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനും സാമൂഹ്യ പദവിക്കും മുൻഗണന നൽകുക, അതുപോലെ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം പരിമിതപ്പെടുത്തുന്ന വഴിയൊക്കെ ലൈംഗിക വിവേചനം പ്രകടമാകുന്നുണ്ട്. വീട്ടുജോലികളിൽ അസമത്വം, തൊഴിലിടങ്ങളിലെ കുറഞ്ഞ വേതനം, ഗ്ലാസ് സീലിംഗ് ഒക്കെ ഇതിൻ്റെ ഉദാഹരണമാണ്. 29 എക്സ്പ്ലെയിൻ സൈമൺ ബേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ജെൻഡർ തിയറി. സൈമൺ ബോവർ അവരുടെ ദ സെക്കൻഡ് സെക്സ് എന്ന പുസ്തകത്തിലൂടെ ഒരാൾ സ്ത്രീയായി ജനിക്കുകയല്ല, മറിച്ച് എന്താണ്, സ്ത്രീയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് പ്രഖ്യാപിച്ചു. പുരുഷാധിപത്യ സമൂഹം സ്ത്രീകളെ എപ്പോഴും പുരുഷന് താഴെയുള്ള രണ്ടാമത്തെ വിഭാഗമായി എങ്ങനെ മാറ്റിയെടുക്കുന്നു എന്നവർ വിശദീകരിച്ചു. 30 എക്സ്പ്ലെയിൻ ബ്ലാക്ക് ഫെമിനിസം. വെള്ളക്കാരായിട്ടുള്ള മധ്യവർഗ സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് മാത്രം മുൻഗണന നൽകിയിരുന്ന മുഖ്യധാര ഫെമിനിസത്തിനെതിരായി രൂപപ്പെട്ടതാണ് ബ്ലാക്ക് ഫെമിനിസം. കറുത്ത വർഗ്ഗക്കാരായ സ്ത്രീകൾ ഒരേ സമയം വംശം, വർഗം, ലിംഗം എന്നീ 3 ഘടകങ്ങളാൽ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ടെന്ന ഇൻ്റർസെക്ഷനാലിറ്റിയിലൂടെ ഇവർ വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു സെക്ഷൻ ബിയിലുള്ളത്. അപ്പോൾ ഇതിൻ്റെ ബാക്കി അടുത്ത പാർട്ടായിട്ട് ചെയ്യാം. താങ്ക് യു.